ഇന്ധനവില വർധനവിൽ നടുവൊടിഞ്ഞ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് വ്യവസായം. സ്ത്രീകൾക്കുള്ള UDFന്റെ സൗജന്യ യാത്രാ പ്രഖ്യാപനം മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ബസ് ഉടമസ്ഥ സംഘടനകൾ പറയുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധന ലഭ്യതയിൽ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയും വിലവർധനയും ദൈനംദിന ജീവിതത്തെ നാൾക്കുനാൾ പ്രതികൂലമായി ബാധിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയ മേഖലയാണ് സ്വകാര്യ ബസ് വ്യവസായം. ഇരുട്ടടി പോലെ 3 രൂപയിലധികം ഡീസൽ വിലവർധനവുണ്ടായതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മേഖല. ഡീസലിന് 3 രൂപ 17 പൈസ 1 ലിറ്ററിനാണ് ഇപ്പോൾ വർധനവുണ്ടായിട്ടുള്ളത്. ഇപ്പം ശരാശരി ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഒരു 80 ലിറ്റർ ഒരു ബസ്സിന് അടിക്കും. ഇപ്പം ഏകദേശം 300 രൂപയോളം ശരാശരി ഒരു ബസ്സിന് ഇപ്പോൾ വർധനവുണ്ടാകുന്നുണ്ട്. പിന്നെ എൻജിൻ ഓയിൽ, ഗിയർ ഓയിൽ, ഗ്രീസിനും എല്ലാത്തിനും വില കൂടുകയല്ലേ. ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ചെലവുകൾ പോലും വർദ്ധിക്കുമ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടി സർക്കാർ തലത്തിൽ ഉണ്ടാകണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. മുഖ്യമന്ത്രിയോടും ഗവൺമെന്റിനോടും പറയാനുള്ളത് സ്വകാര്യ ബസ് സർവീസിനെ നിലനിർത്താനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണം. ബസ്സുകളുടെ പ്രവർത്തന ചെലവിന്റെ വില വർധനവ് അനുസരിച്ച് ഞങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കണം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനുള്ള UDFന്റെ പ്രഖ്യാപനത്തെയും ബസ് ഉടമകൾ എതിർത്തു. സാമ്പത്തികമായി തകർന്ന മേഖലയെ ഇത് വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന വിലയിരുത്തലാണ് കാരണം. പ്രളയം വന്നപ്പോൾ തന്നെ ഞങ്ങൾ ആവശ്യത്തിലായി. കോവിഡ് വന്നതോടുകൂടി ഞങ്ങളുടെ നട്ടെല്ലോടി ഒന്ന് ശ്വാസം വീണ് ഞങ്ങളിപ്പോൾ നിൽക്കുക. അപ്പോഴാണ് സ്ത്രീകൾക്ക് സൗജന്യം കൊണ്ടുവരുന്നത്. KSRTCയിൽ സ്ത്രീകൾക്ക് ഇവിടെ സൗജന്യം നൽകിയാൽ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും കുട്ടികളൊക്കെ KSRTC കയറും. പ്രൈവറ്റ് ബസ്സിൽ ആളുണ്ടാവോ? ഞങ്ങൾക്ക് ടാക്സ് അടയ്ക്കണ്ടേ? ഇത് നടപ്പിലാക്കിയ ഇതര സംസ്ഥാനങ്ങളുടെ നിലവിലെ സ്ഥിതിയും മറ്റും പഠിച്ച ശേഷമേ കേരളത്തിൽ നടപ്പിലാക്കാവൂ എന്നാണ് ബസ് ഉടമസ്ഥ സംഘടനകളുടെ വാദം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സ്ത്രീകൾക്ക് സൗജന്യം പ്രഖ്യാപിച്ചിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ എന്താണിപ്പം നടക്കുന്നതും കൂടി ഒന്ന് അദ്ദേഹം പഠിക്കണം. അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വയ്ക്കണം. മേഖലയുടെ നിലനിൽപ്പിന് വിദ്യാർത്ഥികളുടെ കൺസഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന ആവശ്യവും ബസ് ഉടമകൾ ആവർത്തിക്കുന്നു. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് 50% ആക്കണമെന്ന്. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് 50% ആക്കിയാൽ ഈ മേഖലയിലെ 100% പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി. അതിനുള്ള ഒരു തൻ്റെയിടം ഗവൺമെന്റ് കാണിക്കും. നിരത്തുകളിൽ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ പ്രതാപകാലത്തിന് മങ്ങലേറ്റു തുടങ്ങിയ സ്വകാര്യ ബസ് വ്യവസായം പലവിധ പ്രതിസന്ധികളാൽ ഇപ്പോൾ ഏതു നിമിഷവും കട്ടപ്പുറത്തായേക്കാമെന്ന സ്ഥിതിയിലാണ്. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ റോയ്ക്കൊപ്പം അഭിജിത്ത് തലച്ചറ, TCV.